വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ലോഗ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലാട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്ത് അധികം വന്നിട്ടില്ല. ഞാൻ മാത്രമല്ല, രണ്ടെണ്ണം വന്ന് ചാടിയിട്ടുണ്ട്. വിട്ടുമോൾ ഇത് നമ്മുടെ ഷാംബ്രോ ഹെൽമെറ്റ് സ്റ്റോറീസ്. നമ്മുടെ ഷാംബ്രോയുടെ സ്ഥിരം സീറ്റാന്ന് പറഞ്ഞ് ഈ കുട്ടിക്കുരുപ്പ് ചാടി. ഇതെങ്ങനെയാണത് സാധനം ചാടി ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അതെ, ഈ ഒരു വഴിയുണ്ടല്ലോ ഇപ്പോൾ സത്യം കേട്ടോ. മറ്റേ ലുട്ടാപ്പി വിത്ത് കുത്താപ്പി ലുട്ടാപ്പി സാധനം ഇവിടെ ഇരിപ്പായിട്ടുണ്ട്. നല്ല സീറ്റാട്ടോ. വെറുതെ അല്ല ഷാംബ്രോ ഇവിടെ വന്നിരിക്കുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റിന്റെ സ്വന്തം മുത്താണ്. സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇത് നമ്മുടെ ഷാംബ്രോയുടെ പേജിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഇൻ ആൻഡ് അറൗണ്ടൊക്കെ കാണാൻ പറ്റും. വിട്ടുമോളെ എന്താ പരിപാടി? അപ്പോൾ ഇതാണ് ആ മെയിൻ വ്യൂ പോയിന്റ്. ഇതിലെ KSRTC വരുന്നത് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടയില്ല, വിട്ടു പറഞ്ഞ പോലെ. എന്താണേലും കൊള്ളാം, വരുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഈ ഒരു വഴി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെങ്കിലും ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഒരു വ്ലോഗൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കട്ടെ. ദേ പോണു കുരിപ്പ്. എങ്ങോടാ? ദേ പോണു. sa pa pa ma ga pa re ma ga sa pa pa ma pa dha pa sa pa pa ma ga pa re ma ga sa pa pa ma pa dha pa ga pa sa sa ni sa re sa ga pa sa sa ni sa re sa sa re ma ga re sa re ni sa dha pa sa re ma ga re sa re ni sa dha pa sa dha ni re sa ga pa sa ga എന്ത് ഭംഗിയല്ല ഈ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായില്ല. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് വ്ളോഗ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഗ്യാപ്പ് റോഡ്, ഇതിലേക്ക് ഇറങ്ങി ഗ്യാപ്പ് റോഡ് കയറാമെന്നുള്ളൊരു മൈൻഡിലാണ്. നമ്മുടെ മൂന്നാർ ഭാഗത്തു നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ഈ ഒരു അടിമാലി, മാങ്കുളം ആ ഒരു ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. പണ്ട് വന്നിട്ടുണ്ട്, അന്ന് പിന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയാട്ടോ. അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. റോഡ് കുറച്ച് മോശമാണ്, അത് ഞാൻ ആദ്യമേ പറയാം. റോഡിൻ്റെ കണ്ടീഷൻ കുറച്ച് ശോകമാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ഒരു റൈഡ് വരാനായിട്ട് ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അടിപൊളിയാണ്. ഇവിടുത്തെ കളേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രസമല്ലേ ഈ ഒരു വൈകുന്നേരത്ത് ഇങ്ങനെ ബൈക്കൊക്കെ എടുത്ത് വരാനായിട്ട്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റൂട്ട് തന്നെയാണ്. സൺസെറ്റിൻ്റെ സമയത്തൊക്കെ നല്ല ബ്യൂട്ടിയാണ്. പക്ഷേ ഒരു 7 മണി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 7 മണി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കാട്ടുപോത്ത്, അതുപോലെ തന്നെ ആന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് കേട്ടെ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞത് ആന നന്നായിട്ട് ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തേയിലക്കാട്ടിലൊക്കെ പണിയെടുക്കാൻ പോകുന്നവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ആന ഇറങ്ങിയിട്ട് ആകെ സീനാണ്, പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഒരു സ്ഥലം കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഭംഗി മാത്രം കണക്കിലെടുത്ത് ഇറങ്ങാൻ നിൽക്കരുത്. കാരണം പല അതിൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളും കൂടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ വൈൽഡ് ആനിമൽസ് ഉണ്ട്, ബിവെയർ. അപ്പോൾ നല്ല വെയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടോ. സമയം ഇപ്പോൾ 5:33 നമുക്കിപ്പോൾ സൂര്യൻ ഓൾമോസ്റ്റ് പോകേണ്ട ടൈം ആയിട്ടുണ്ട്. എന്നിട്ട് പോലും വെയിൽ എന്ത് ബ്രൈറ്റായിട്ടാണ് നിൽക്കണമെന്നറിയോ. ഈ കുഴി അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റൈഡാണ്. ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മിട്ടു നമ്മുടെ ഷാംബ്രോയും കൂടെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് റോഡൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ലക്ഷ്മി ഒന്ന് കറങ്ങുകയും ചെയ്യാം. ഞാൻ ഈ ഒരു വഴിയിൽ അങ്ങനെ വ്ളോഗും ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. നല്ല വ്യൂ പോയിന്റ് വരുമ്പോൾ ഞാൻ GoPro ഓണാക്കാം കേട്ടോ. വെറുതെ എൻ്റെ കഥ മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. സൺസെറ്റിന് മുന്നേ ഗ്യാപ്പ് റോഡ് പിടിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് നമ്മൾ 3 പേരും പോകുന്നത്. അറിയില്ല എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മൂന്നാർ തേയിലത്തോട്ടത്തിന് ഫേമസ് ആണെങ്കിൽ പോലും ഈ ഒരു സ്ഥലവും ഈ ഒരു ഏരിയയും ഇത്രയും തേയിലത്തോട്ടം ഒന്നും ഒരാളും എവിടെയും കാണാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ കുറ്റം പറയുന്നതല്ല. കാര്യം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാജ്വലി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇവിടെ ഒരുപാടധികം ഹോം സ്റ്റേസും റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാരധികം എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണ്, ഒരു മിനി തമിഴ്നാടാണ് ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാട്ടോ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് ലിറ്ററലി എ ഫോറസ്റ്റ് ആക്ച്വലി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. ഇവിടെ എന്നാ പറ്റി? ബിഗ് റോക്കാണോ? ബിഗ് റോക്ക്. ഇത് എക്സ്ട്രീം ഓഫ് റോഡാണ് ഈ കാണുന്നത്. എന്താ അല്ലേ, ഒരു റാലി അപാരത ലൈഫ് തന്നെ. ദാറ്റ്സ് ദ പവർ ഓഫ് റാലി. അപ്പോൾ വിട്ടുമോളതേ ബൈക്കൊക്കെ ആയിട്ട് രാവിലെ എറണാകുളത്ത് നിന്ന് വന്നതാണ്. മൂന്നാർ മറയൂർ റൂട്ട് അല്ലെങ്കിൽ മൂന്നാർ സൂര്യനെല്ലി റൂട്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കിടിലം റൂട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാടധികം തേയിലത്തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള കുട്ടി ഫോറസ്റ്റ് ഉണ്ട്, ഇതുപോലെയുള്ള റിവർ ക്രോസിംഗ് ഉണ്ട്. നൈസാണ്. ബൈക്കിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു വഴിയാണ്. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറൊക്കെ ഉണ്ട് എങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. കാരണം
ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, അതായത് പോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള കാറൊക്കെ ആണെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. വഴി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മോശമാണ്. പക്ഷെ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുണ്ടല്ലേ പല പല ടെറൈൻസാണ്. ഇടയ്ക്ക് കാട് വരും, ഇടയ്ക്ക് തേയിലത്തോട്ടം വരും. ഭംഗിയുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിൽ എന്താ പറയുക, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ഫോറസ്റ്റ് കൗണ്ടി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി. അത് അടിപൊളി പ്രോപ്പർട്ടിയാണ്, നല്ല രസമാണ് അതിൽ പോകാനായിട്ട്. ആ പ്രോപ്പർട്ടിയും ഭയങ്കര മൂടാണ് കാണാനായിട്ട്. ഹായ് പട്ടിക്കുട്ടീസ്. പട്ടിക്കുട്ടി കലിപ്പാണല്ലോ. അഗെയിൻ ഫൈനലി വീണ്ടും തേയിലത്തോട്ടം കണ്ടു തുടങ്ങി. എന്താ അല്ലേ, തേയിലത്തോട്ടം വരുമ്പോഴത്തേക്കും ആകെ ഒരു ബ്ലഷിങ് ആണ്. ആ ഒരു കളേഴ്സും ആ ലൈറ്റും ആ ഒരു സ്കൈയുടെ കളറും എല്ലാം കൊണ്ടും വെറുതെ പൊളിമൂട് അമ്പാടിയാണ്. ബൈക്ക് റൈഡൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും ആൾക്കാർ ഇതിൽ വരുമ്പോൾ. എന്തോ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫീലാണ് ഇവിടെ എത്തുമ്പോൾ. ആ ഒരു തണുപ്പുണ്ട്. മൂന്നാറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചൂടാണെങ്കിൽ പോലും ലക്ഷ്മിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. അത് വേറെ എവിടെയും തണുപ്പില്ല എങ്കിൽ പോലും ഈ ഒരു ലക്ഷ്മി ഭാഗത്ത് നല്ല തണുപ്പുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മൃഗങ്ങൾ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് കാട്ടിൽ വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്ത് വേണം ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ. എന്ത് രസമുള്ള സ്ഥലം നോക്കി, ബ്യൂട്ടി അല്ലേ ശരിക്കും. ഇവിടുത്തെ ആൾക്കാരും ഇതൊരു കൈൻഡ് ഓഫ് മിനി തമിഴ്നാടാണ്. എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നതൊക്കെ ഇവിടുന്ന് ആൾക്കാരെല്ലാവരും സാധനങ്ങൾ മേടിക്കാനായിട്ട് മൂന്നാർ തന്നെയാണ് പോവാറ്. ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിൽ KSRTC ബസ് സർവീസ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ആകെ ഉള്ളത് മറ്റേ സഫാരിക്ക് പോകുന്ന വണ്ടി മാത്രം. എന്താണ് ഇപ്പോഴും ട്രിപ്പ് ഇടാത്തത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടത്. ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അമ്പലം നോക്കി, ആ ഒരു വളവിൽ ആ ഒരു കളേഴ്സാണോ അല്ലെങ്കിൽ അതിരിക്കുന്ന ആ ഒരു സ്ഥലമാണോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, എന്നെപ്പോലെ യാസിക്കും ഒരുപാട് മെസ്സേജ് വരാറുള്ള കാര്യമാണ്, നമ്മൾ പോയപ്പോൾ കിട്ടിയ ഫീലൊന്നും അവർ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ കാഴ്ചയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം. കാരണം നമ്മുടെ ടൈം നോക്കിയിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. ഒന്നുകിൽ ഏർലി മോർണിംഗ്, അല്ല എങ്കിൽ ഇതുപോലെയുള്ള വൈകുന്നേര സമയങ്ങൾ, അല്ലെങ്കിൽ മഴക്കാലം. ഞങ്ങൾ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആൻഡ് ദിസ് പാത്ത്, ഇതൊരു ഭയങ്കര രസമുള്ള വഴിയാണ്. ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെച്ച്. പണ്ട് ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷേ ഇവിടെ ആൾക്കാരിറങ്ങിയ അഭ്യാസങ്ങളൊക്കെ കാണിച്ചത് കാരണം ഇത് ലോക്ക് ചെയ്തു. ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ കംപ്ലീറ്റ് ചെടിയാണെങ്കിൽ ഉണ്ടല്ലോ ഹൈലൈറ്റ് ചെയ്യും വഴി. നമ്മുടെ വാൽപ്പാറയിലെ വാട്ടർഫോൾ എസ്റ്റേറ്റ് പോലെ അടിപൊളിയാവും. ഒരു സ്കൂളുണ്ട്, തൊട്ട് താഴത്തായിട്ട് ഒരു പുൽത്തകിടുണ്ട്, തൊട്ട് താഴത്തായിട്ടൊരു പുൽമേടുണ്ട്. എല്ലാം ഭയങ്കര ഭംഗിയാണ്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, മതിയാവത്തില്ല. എത്ര വന്നാലും മതിയാവില്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ്. വേറൊന്നുമില്ല, നമുക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ശനിയാഴ്ചയാണ്, എന്താണെങ്കിലും മൂന്നാർ ഭാഗത്തേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഈ വഴിയിൽ. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈ കിടാവേ, പശുക്കിടാവേ. ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. മൂന്നാർ ടൗണല്ല, ടൗണിൽ തൊട്ട് മുന്നേ നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ ഇപ്പുറമാണ് വന്ന് കയറിയിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്യാപ്പ് റോഡ് പോകാം. നമുക്ക് നമ്മുടെ ഗ്യാപ്പ് റോഡിൽ പോയിട്ട് വേണം സൺസെറ്റ് കാണാനായിട്ട്. സോ കാൺ വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ടൗണിൻ്റെ കാഴ്ചയൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് തണുപ്പ് കൊള്ളണം അല്ലെങ്കിൽ തണുപ്പ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ വണ്ടി എടുത്ത് മൂന്നാറിലേക്ക് വിട്ടോ. തണുപ്പുണ്ട് കേട്ടോ. അത് കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാവുള്ളൂ തിരക്ക്. അത് കഴിയുമ്പോൾ ആ തിരക്ക് മാറും. നമ്മളുണ്ടല്ലോ നമ്മുടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പ് റോഡിലെ സൺറൈസ്, ഗ്യാപ്പ് റോഡിലെ സൺസെറ്റ്. ഇപ്പോൾ അമ്പാടി. ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഒന്നൊന്നര ഫീലാട്ടോ. എത്ര വന്നാലും മതിയാവില്ല. എത്ര പ്രാവശ്യം അങ്ങോട്ട് വന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതെ, മുന്നിൽ പോകുന്ന രണ്ടുപേരും എനിക്കൊന്ന് ഈ ആഴ്ചയിൽ രണ്ടാമത്തെ പ്രാവശ്യം കണ്ട അവിടെ വരുന്നത്. അതുപോലെ തന്നെ ശ്യാംബ്രോ ആണെങ്കിലും തൊട്ട് താഴെ അടിമാലിയില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് റോഡ് കയറി വരുന്ന മനുഷ്യനാണ്. ഞാനാണെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കണ്ട ഈ മാസം വരുന്നത്. എന്തായാലും എന്ത് മാജിക്കാണ് ഈ ഗ്യാപ്പ് റോഡിനുള്ളതെന്നുള്ളത് ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. അയ്യോ മോനെ പൊളി. So finally we reached the sunset point. അടിപൊളി ഇത്, ഈ ലൈറ്റിംഗ്. Oh man, such a wonderful feel. നമുക്ക് ഇവിടെ നിന്ന് സൺസെറ്റ് പിടിക്കാം. ഇനി ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ
വിൽ മിസ് ദ സൺസെറ്റ്. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. സൺസെറ്റ് ചിലപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല, മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. എന്താണെങ്കിലും ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോകാം കേട്ടോ. നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി നിർത്തിയിട്ട് ചായ കുടിക്കാം. കടം കുടിക്കണ്ടേ നമുക്ക്? എന്ത് ബ്യൂട്ടിഫുൾ ആല്ലേ വൈകുന്നേരമൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനും എൻ്റെ ബൈക്കും ഉണ്ടല്ലോ കണ്ണടച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു വഴിയായി മാറി ഇപ്പോൾ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഓടിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ്, ഭയങ്കര ഇഷ്ടമാണ്. എത്ര വന്നാലും മതിയാവില്ല. എപ്പോൾ വന്നാലും വെൽക്കം ചെയ്യാനായിട്ട് ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗിയും ആ ഒരു തണുപ്പും എന്നും നമുക്കായിട്ട് ഇവിടെ ഉണ്ടാവും. ഓൾ വി ഹാവ് ടു ഡു ഈസ് വൈകുന്നേരം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരിക എന്നുള്ളത് മാത്രമാണ്. ഉച്ചയ്ക്കൊന്നും ഇതിൽ വന്നിട്ട് ഒരു കാര്യമില്ല, നല്ല വെയിലായിരിക്കും. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഒരു യൂണിക് സ്പോട്ട് ഉണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇപ്പോൾ അവിടെ കൊണ്ടുപോകുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പക്ഷേ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് സംഭവം. ഏതോ മലയുടെ മേളിലേക്ക് കയറി പോകാട്ടോ, ഗ്യാപ്പ് റോഡിൻ്റെയും മേളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ചേച്ചി നോക്കുക ഏതായി പെങ്കൊച്ച് കയറി പോകുന്നതെന്ന്. വിട്ടുപുലിയാന്ന് അവർക്കറിയില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഒരു കൊടൈക്കനാൽ ഫീൽ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാട്ടോ കയറി പോകുന്നത്. അയ്യോ കോഴി. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. കോഴിക്ക് പ്രാന്തായി. പുറകിലിങ്ങനെ ചുമന്ന് തുടുത്ത് നിൽക്കുക സൂര്യൻ. തിരിഞ്ഞ് നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തിരിയാൻ പറ്റില്ല കണ്ടോ. ലോക്ക്ഹാർട്ട് ഗ്യാപ്പിലേക്കാട്ടോ നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അയ്യോ എന്ത് ഭംഗിയാണെന്നറിയോ. ആകാശമൊക്കെ ഇങ്ങനെ ചുമന്നിങ്ങനെ കളറായിട്ട് നിൽക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് റോഡ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് കട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് കയറി. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് ആണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പേര്. അതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്. തേയിലത്തോട്ടമൊക്കെ എത്ര കണ്ടാലും മതിയാവത്തില്ല. ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണ്, ഒരു 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 ഫീലാണ്. ഇതെല്ലാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസസ് ആയിട്ട് മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാ അല്ലേ അടിപൊളി. അവിടെ ഒരു കലക്ക സ്പോട്ട് ഉണ്ട്. വായോ വാ വേഗം വാ, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇത്തിരി നേരത്തെ വരായിരുന്നല്ലേ. മിട്ടിൻ്റെ കിളി പോയിട്ട് നിൽക്കുക ഇത് കണ്ടിട്ട്. അയ്യോ ഇവിടെ നിന്ന് എങ്ങോട്ടാണോ പോയേ? ഇതല്ലേ ആ റോഡ്? അതെ ആ റോഡതാ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വന്ന വഴി ഇതേ ഇവിടെയാട്ടോ. ഓ കറക്റ്റ് ടൈമിലാണ് ഇവിടെ എത്തിയേ. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാനാ പറഞ്ഞ വഴി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഈ വഴിയാണ് എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലം, ലോക്ക്ഹാർട്ടിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇവിടെ നിന്ന് എങ്ങോട്ടാ പോയേ? അയ്യോ ഷടാ. സോറി പോയി 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 സാധനം പോയി. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. ഈ സ്ഥലമാട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഈ ഒരു വഴിയും ആ ദൂരത്ത് കാണുന്ന മലനിരകളും ലോക്ക്ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചുറ്റും തേയിലത്തോട്ടവും ഇത് കണ്ടില്ല. ഈ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മരമാണ് ആ ഫ്രെയിം. ഈ ഒരു മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വണ്ടി ഒന്ന് മാറ്റി വെക്കട്ടെ. ശ്യാംബ്രോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ സ്ഥലം ഇത് ലോക്ക്ഹാർട്ടല്ലേ? ദേവികുളം. അയ്യോ അടി ഇതല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള
നമ്മുടെ ഡ്രോൺ ഷോട്ടൊക്കെ. പക്ഷേ ഡ്രോൺ ഷോട്ട് എടുത്താലേ അതിൻ്റെ ഭംഗി മനസ്സിലാവും കേട്ടോ. അത് ഇവിടെ നമ്മുടെ നോർമലി ഒരു മൊബൈലിൽ എടുത്തു കഴിഞ്ഞാലൊന്നും ക്യാമറയിൽ എടുത്താലൊന്നും ആ ഒരു വലിയ വ്യൂ കിട്ടത്തില്ല. കൊള്ളാം. അങ്ങോട്ടാണ് ശരിക്കും നല്ല ഭംഗിയുള്ളത്. ഇവിടെ നേരെ ഇങ്ങനെ വന്നിട്ട് ഒരു ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ഫീൽ കിട്ടും അല്ലേ? അടിപൊളി, നല്ല ഭംഗിയുള്ള. സൂപ്പർ, കൊള്ളാം. ചാടിക്കണ്ടേ? യെസ്. വാ. എന്താ അടിപൊളി സ്ഥലം അല്ലേ? ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. കഥയിൽ നീ അകലെ എൻ കണ്ണിൽ കണിയായി. അപ്പോൾ ദേ സൂര്യൻ പോയി. ഞാനും നമ്മുടെ ശ്യാംബ്രവും മിട്ടും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്താണെങ്കിലും ഒരു വണ്ടർഫുൾ ഈവനിങ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, റിയലി അൺഎക്സ്പെക്റ്റഡ്. ഒട്ടും പ്രതീക്ഷയില്ല. അടിപൊളി സ്പോട്ടാട്ടോ, രക്ഷയില്ല. എന്താണെങ്കിലും കൊള്ളാം. കുറേ നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇനിയൊരു കട്ടനും കൂടി അടിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, സൺസെറ്റായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പോവാം. ഇതായിരുന്നു ആ വഴി. എന്ത് രസമുള്ള വഴിയല്ലേ? ഒന്നും കാണത്തില്ല അല്ലേ? സോറി. അടിപൊളി, സൂപ്പർ. എന്തായാലും സോ ഹാപ്പി. ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച്. ഏതൊക്കെ വ്ളോഗ് എങ്ങനെയൊക്കെ വരും എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇറ്റ്സ് മീ അരുണുല്ലാസ് സൈനിങ് ഓഫ് ഫ്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഹാർട്ടിൻ്റെ ഏതോ ഭാഗത്താണ്. ആനയൊന്നും വരത്തില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് തന്നെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.